ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ ഒരു തകർപ്പൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നവ്യയുടെ വളകാപ്പ് ചടങ്ങൊക്കെ അതിഗംഭീരമായിട്ട് നടത്താൻ വേണ്ടി എല്ലാ ഒരുക്കങ്ങളും അനന്തപുരിയിൽ നടത്തി കഴിഞ്ഞു കേട്ടോ. അതേ സമയത്ത് നമ്മുടെ കനകവും ഒക്കെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും. അങ്ങനെ കനകത്തിൻ്റെയൊക്കെ കയ്യിൽ ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കളിയാക്കുന്നു, അവഹേളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ജലജ. ഇപ്പോൾ രാത്രിയിൽ ഞാനും നന്ദുവും കൂടെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണെന്നൊക്കെ ഗോവിന്ദൻ പറയുന്നുണ്ട്. അങ്ങനെ കനകയുടെ കയ്യിലാണ് ഒരു 2 ഗ്രാമിൻ്റെ കമ്മലൊക്കെ ഉണ്ട്. അത് നവ്യയ്ക്ക് കൊടുക്കാനായിരിക്കും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നയനയുടെ ഉള്ളു നീറുകയാണ് കേട്ടോ. ഇല്ലാത്തൊരു ഗർഭത്തിന് വേണ്ടിയിട്ടാണല്ലോ എൻ്റെ അമ്മയും അച്ഛനും ഇത്രയും സന്തോഷിക്കുന്നത്, ഇത്രയും ഇല്ലാത്ത പൈസ മുടക്കി ഓരോ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരണത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയായിരിക്കും കേട്ടോ നയനയുടെ മുഖം ഇങ്ങനെ വെളുത്തിരിക്കുന്ന കാണുമ്പോൾ തന്നെ നമ്മുടെ കനകൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ നിനക്ക് പറ്റിയത്, എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശമായിട്ട് എന്തെങ്കിലും വിഷയമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നവ്യാണെങ്കിൽ നയനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. അത് കാണുമ്പോൾ നമ്മുടെ കനകത്തിന് സന്തോഷമാകാണേ. നീ എന്നാലും നിൻ്റെ അനിയത്തിക്ക് വേണ്ടി സപ്പോർട്ട് പിടിക്കുന്നല്ലോ നവ്യ, എനിക്കിനി ചത്താലും വേണ്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അവർക്കറിയില്ല നമ്മുടെ നവ്യ എന്തിനാണ് സപ്പോർട്ട് പിടിക്കുന്നത്. എന്നിട്ട് നവ്യ തന്നെ ചിന്തിക്കുന്നുണ്ട്, ഇവളുടെ മുഖഭാവം വെച്ച് തന്നെ ഇവൾ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയുന്നത് തോന്നുന്നു. എൻ്റെ ഈശ്വര, ഇന്നത്തെ ദിവസം കൂടെ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. ഇതേ സമയം മറുവശത്താണ് നമ്മുടെ ജലജയൊക്കെ വീണ്ടും പ്ലാൻ ചെയ്യാണ്. ഇവിടം വിട്ട് അവൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഞ്ഞിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ട് എന്തെങ്കിലും ഇന്ന് തന്നെ ചെയ്തിരിക്കണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നവ്യയുടെ റൂമിൽ ചെന്ന് ആ റിപ്പോർട്ടൊക്കെ അന്വേഷിക്കാൻ നോക്കുമെങ്കിൽ അതൊന്നും കിട്ടുന്നില്ല. അങ്ങനെ പിന്നെ സത്യങ്ങൾ നമ്മുടെ ജലജ മനസ്സിലാക്കുകയാണ്. കാരണം അവരുടെ വയറ്റിൽ കുഞ്ഞില്ല എന്നുള്ള സത്യങ്ങളൊക്കെ മനസ്സിലാക്കുകയായിരിക്കും കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വളകാപ്പ് ചടങ്ങുകളൊക്കെ അതിഗംഭീരമായിട്ട് നടക്കുകയാണ്. അങ്ങനെ ഒരു മണ്ഡപം പോലെ വീട്ടിൽ അലങ്കരിച്ചിട്ടുണ്ട്. അവിടേക്ക് നമ്മുടെ നവ്യനെ കയറ്റി ഇരുത്താനൊക്കെ പോകുമ്പോഴത്തേക്കിനും നമ്മുടെ നയന ഇങ്ങനെ ഒന്നിലും ഇടപെടാതെ മാറി ഇങ്ങനെ നിൽക്കുകയായിരിക്കും കേട്ടോ. അങ്ങനെ പിന്നീട് മഞ്ഞൾ തേക്കാൻ പറയാണ്. അങ്ങനെ ഗോവിന്ദനോടൊക്കെ മഞ്ഞൾ തേക്കാൻ പറയുമ്പോൾ വേണ്ട, എൻ്റെ മകൾ ഇവിടെ ഇത്രയും സന്തോഷത്തോടെ ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാർ നിങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും ആദ്യം എൻ്റെ മകളുടെ കവിളിൽ തേച്ചാൽ മതി എന്ന് പറയാണ്. അങ്ങനെ പിന്നീട് മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ മഞ്ഞൾ തേക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കിനും നമ്മുടെ നയന അത് സമ്മതിക്കുന്നില്ല കേട്ടോ. നയന അത് പിന്നെ 1 മിനിറ്റ് മുത്തശ്ശി എന്ന് പറയുമ്പോൾ എന്താ മോളെ, അപ്പോൾ പെട്ടെന്ന് നവ്യയ്ക്ക് അങ്ങ് ടെൻഷൻ ആകുകയാണ് കേട്ടോ. നവ്യ എന്താ നിനക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അപ്പോൾ ഇടയ്ക്ക് കയറിക്കോളും, ഒന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞ് തേക്കാൻ പോകുമ്പോൾ അല്ല നയനമോൾ എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ടുണ്ടാവുമല്ലോ എന്നിങ്ങനെ പറയാണ്. പക്ഷെ അപ്പോഴും നയന ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കണം. എന്താ മോളെ, നയനമോൾ ഒരു കാര്യവും ഇല്ലാതെ ഇങ്ങനെ ഒരു തടസ്സം പറയില്ല, എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ തന്നെ അങ്ങനെ നിൽക്കായിരിക്കും കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും സമയം വൈകാണ്, മുഹൂർത്തം എടുക്കാറായി, നല്ല സമയം കഴിയാറായി എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ഞൾ കവളത്തേക്ക് തേക്കുകയൊക്കെയാണ്. ഇതിന് മുൻപേ തന്നെ നമ്മുടെ നന്ദുവൊക്കെ പറയുന്നുണ്ട്, കുഞ്ഞാവ എപ്പോഴാണ് വരുന്നത്, കുഞ്ഞാവേനെ എൻ്റെ കയ്യിലിട്ടൊന്ന് കിട്ടിയാൽ മതിയായിരുന്നു, നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ വാരിസാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. ഇത് മുത്തശ്ശനും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിൻ്റെ കുഞ്ഞിനെ ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്, ഈ അനന്തപുരിയിലെ ആദ്യത്തെ കുഞ്ഞാണ്, അതിൻ്റെ ഭാഗ്യമാണ് എന്നൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ ഈ ഒരു സംസാരം, എല്ലാവരുടെ സംസാരം നമ്മുടെ നയനയുടെ ചെവികളിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ നയനയ്ക്ക് സത്യങ്ങൾ എല്ലാവരോടുമായിട്ടൊന്ന് വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് നയന കൊതിക്കുകയാണ് കേട്ടോ. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. അങ്ങനെ പിന്നീട് ഇപ്പോഴാണ് ആദ്യം നയനയും ഇച്ചിരി ഒന്ന് അടുത്തിരിക്കുന്ന സമയവും കൂടിയാണ്. അപ്പം നയനയ്ക്ക് ഏതാ ചെയ്യേണ്ടതെന്നൊന്നും നയനയ്ക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നീട് നമ്മുടെ ആദ്യം അവിടേക്ക് പറഞ്ഞിട്ടുണ്ട്. ആദ്യം വന്നിട്ട് ആ പൂവും അവിടെ കുപ്പിവളകൾ വെച്ചിരിക്കുന്നതും എല്ലാം വലിച്ചെറിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം അവിടെ തകിടം മറിക്കുകയാണ്, എല്ലാം തകർത്തെറിയാണ്. എന്താ ആദ്യം ഈ കാണിക്കുന്നത്, നിനക്കിത് എന്താ സംഭവിച്ചത്, നിനക്കിത് എന്താ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കുകയാണ്. ആദ്യം പറയണേ, ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല, എല്ലാവരെയും കബളിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഓരോരുത്തരും എന്നൊക്കെ പറഞ്ഞ് ആദ്യം ഇങ്ങനെ ആകെ ഷൗട്ട് ചെയ്യുകയാണേ. അതേ സമയത്ത് ജലജ അവിടേക്ക് പറഞ്ഞിട്ടുണ്ട്, വേണ്ട ആദ്യം എൻ്റെ മരുമകൾ അവളുടെ കാര്യം ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ജലജ കുറേ പ്രസംഗങ്ങളൊക്കെ അങ്ങ് നടത്തുകയാണ് കേട്ടോ. ജലജ വന്നിട്ട് പറയാണ്, എൻ്റെ അരുമ മരുമകളെ, എൻ്റെ തങ്കക്കുടമേ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വാരിസിനെ ചുമക്കുന്നവളെ, നീ ഇങ്ങനെ നിന്നാൽ നിൻ്റെ കാല് കഴിക്കില്ലേ, നീ കുറച്ചു നേരം അവിടെ ഇരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് കുഞ്ഞിൻ്റെ ആ വയറ്റിലേക്ക്, അതായത് നവ്യയുടെ വയറ്റിലേക്ക് 2-3 അടി അടിക്കുകയാണ്. അപ്പം നവ്യ ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ഇതേ സമയത്ത് എന്താ ജലജ ഈ കാണിക്കുന്നത്, നവ്യയുടെ വയറ്റിൽ എന്നാൽ ഇങ്ങനെ നീ അടിക്കുന്നത്, ആ കുഞ്ഞിന് നോവില്ല
പോവില്ലേ, എന്തെങ്കിലും സംഭവിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്ത് സംഭവിക്കാൻ, കുഞ്ഞ് ഉറങ്ങിക്കിടക്കുകയല്ലേ, കുഞ്ഞ് ഉണരണ്ടേ, കുഞ്ഞ് ഉണർന്ന് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടല്ലേ, നമ്മുടെ കുടുംബത്തിൽ ആദ്യത്തെ വാരിസല്ലേ എന്നൊക്കെ പറഞ്ഞ് ജലജ 2-3 അടി അടിക്കുകയാണേ. അപ്പോൾ അവിടെ ഒന്നും എല്ലാവരും ഇങ്ങനെ ഇതെന്താ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ച് ദേവയാനിക്കും ആകെ ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ നയനി ഒന്നും മിണ്ടാതെ അങ്ങനെ തല കുനിച്ച് നിൽക്കുമായിരിക്കും കേട്ടോ. ആദ്യം അങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അവിടെ എന്തൊക്കെയാണ് സംഭവിക്കണേ, എന്താ നടക്കുന്നത് എന്ന് ഒന്നും അറിയാതെ നമ്മുടെ മുത്തശ്ശിയും ആകെ അമ്പരപ്പോടെ നിൽക്കുകയാണ്. ഈ സമയത്തായിരിക്കും ജലജ പറയുന്നത്, നിങ്ങളെല്ലാവരും പറഞ്ഞു വയറ്റത്ത് അടിക്കില്ലേ, കുഞ്ഞിന് നോവും, കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കും എന്നൊക്കെ. ഇല്ലാത്ത കുഞ്ഞിന് എന്ത് സംഭവിക്കാനാണ്, ഇതേ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലല്ലോ, കുഞ്ഞിൻ്റെ അമ്മ വിളറിയ മുഖത്തോടെ നിന്ന് പതറുന്നതല്ലാതെ ഒന്നും പറയുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ പാട് വലിച്ചങ്ങ് ഊരിയിട്ട് പറയണത്, ഇതാണ് ഇത്രയും കാലം നമ്മളെ പറ്റിച്ചത്, ഇതുകൊണ്ടാണ് ഇത്രയും കാലം നമ്മളെ പറ്റിച്ചത്, നമ്മുടെ കുടുംബത്തിന് വാരിസ് എന്നൊക്കെ പറഞ്ഞ് ആ പാഡ് എല്ലാവരുടെ മുമ്പിലേക്ക് ഇങ്ങനെ കാണിച്ചിട്ട് വലിച്ചെറിയാണ് കേട്ടോ. അത് കാണുമ്പോൾ ഇത്രയും നാളും നവ്യ കൊണ്ടു നടന്ന ആ ഒരു മഹാസത്യം ഇങ്ങനെ എല്ലാവർക്കും മുൻപിൽ ഇന്ന് തെളിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും ആകെ സങ്കടത്തിലും ദേഷ്യത്തിലൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ നവ്യനെ പോലെ ഒരു മകളെ പ്രസവിച്ചല്ലോ എന്നൊരു ദുഃഖത്തിൽ നമ്മുടെ കനകം ഓടി വന്നിട്ട് നമ്മുടെ നവ്യക്കിട്ടൊന്ന് പൊട്ടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് എല്ലാവരും പിടിച്ച് മാറ്റുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നവ്യ കരഞ്ഞ് എല്ലാം സത്യങ്ങളും ഇങ്ങനെ തുറന്ന് പറയാനും ഒക്കെ കൂടി ഓരോന്നിങ്ങനെ കാണിച്ചു കൂട്ടുന്നുണ്ട്. അതായത് നവ്യ പിന്നെ അവിടെ പിടിച്ച് നിൽക്കണമല്ലോ, അതിന് വേണ്ടി കള്ളങ്ങൾക്ക് മേൽ കള്ളങ്ങൾ പറയാണ്. നയനയ്ക്ക് എല്ലാ സത്യങ്ങളും അറിയായിരുന്നു, എനിക്ക് കുടുംബത്തിലേക്ക് കയറാൻ ഈ ഒരു മാർഗ്ഗമുള്ളായിരുന്നു, അപ്പോൾ നയനയുടെ ഐഡിയ ആണ്, നയനയാണ് ഇനി സത്യങ്ങൾ പറയണ്ടെന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞാൽ നയനയുടെ മേൽ ഈ കുറ്റങ്ങളെല്ലാം അങ്ങ് ചുമഴ്ത്തുകയാണ് കേട്ടോ. അങ്ങനെ ഇതും കൂടെ കേൾക്കുമ്പോൾ നമ്മുടെ ആദിക്ക് സുഖം. ആദ്യം എന്തെങ്കിലും ഒരു കാരണം കാത്തു നിൽക്കുന്ന ആദിയുടെ കൈകളിലേക്ക് ഈ ഒരു കാരണം കൂടെ കിട്ടിയപ്പോൾ പിന്നെ ആദി അങ്ങ് തകർത്താടാൻ തുടങ്ങി. ആദി വന്നിട്ട് നയനെ കൈ ഇങ്ങനെ ചൂണ്ടിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്, ചൂണ്ടിയിട്ട് പറയുന്നുണ്ട്, ഇത്രയും കള്ളങ്ങൾ പറഞ്ഞ ഈ സത്യങ്ങളൊക്കെ നിനക്ക് അറിയാഞ്ഞിട്ട് നീ എല്ലാം മറച്ചു വെച്ചില്ല, നീ ഞങ്ങളെല്ലാവരെ പറ്റിക്കാൻ കൂട്ട് നിന്നില്ലേ, എന്നാലും നിന്നിൽ നിന്ന് ഇത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നയനെ, നിൻ്റെ ഉള്ളിലൊരു സത്യമുണ്ടെന്ന്, നിൻ്റെ ഉള്ളിലൊരു കളങ്കമില്ലാത്ത പെണ്ണാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു, പക്ഷേ നീ ആ വിശ്വാസങ്ങളെല്ലാം തെറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഷൗട്ട് ചെയ്യണം. അപ്പോൾ നയനയ്ക്ക് ഒന്നും മിണ്ടാനാവാതെ ആകെ, അതായത് നവ്യ എല്ലാ കുറ്റങ്ങളും നയനയുടെ മേൽ ചുമത്തിയത് കൊണ്ട് തന്നെ ഒന്നും മിണ്ടാനാവാതെ അങ്ങനെ നിന്ന് ഉരുകുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ ജലജയും എല്ലാവരും കൂടെ നമ്മുടെ ഗോവിന്ദനെയും ഒക്കെ ഇങ്ങനെ ആട്ടി പായിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അവർ വളരെ വിഷമത്തോടെ പടിയിറങ്ങി പോവുകയാണ് കേട്ടോ. ഇതേ സമയത്തായിരിക്കും നമ്മുടെ മുത്തശ്ശൻ ആകെ തകർന്ന് നിൽക്കുകയായിരിക്കും. കാരണം ഇത്രയും ദിവസം തൻ്റെ പേരക്കുട്ടിയെ കാണുന്ന ഓരോ ദിവസവും എണ്ണയിരിക്കുന്ന മുത്തശ്ശനായിരുന്നു. അങ്ങനെ മുത്തശ്ശൻ്റെ മനസ്സിന് താങ്ങാൻ കഴിയുന്നില്ല, അപ്പോഴും ഒരു ഷോക്കായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ പിന്നെ പെട്ടെന്ന് മുത്തശ്ശന് ചങ്കിന് വേദന വരികയും കുഴഞ്ഞ് വീഴുകയൊക്കെ ചെയ്യണം. അങ്ങനെ മുത്തശ്ശൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. എന്തായാലും വളരെ നിർണായകമായ മുഹൂർത്തങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡുകളിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.